ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി UN വരെ പാസാക്കിയിട്ടും ഒരു രീതിയിലും ഫലസ്തീനും ഗാസയ്ക്കും അവരുടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചെടുക്കാൻ സമ്മതിക്കാതെ ഇസ്രയേൽ വീണ്ടും നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നേരിട്ടുള്ള കടന്നാക്രമണമല്ലാതെ മറ്റു വഴികളില്ല. ഹമാസ് എവിടെ പോയി ഒളിച്ചിരുന്നാലും, അത് ഏത് രാജ്യത്ത് ഒളിച്ചിരുന്നാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇസ്രയേൽ വീണ്ടും വീണ്ടും പറയുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളുടെ സമ്മേളനം കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഫലസ്തീൻ വിഷയം അറബ് രാജ്യങ്ങൾക്ക് ബാധകമാകുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിലേക്ക് ആക്രമണം നടത്തിയത്? ഫലസ്തീൻ വിഷയമല്ലേ തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ അറബ് രാജ്യങ്ങൾ വളരെയധികം കൂടിയാലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനം. നമുക്കറിയാം, ഇറാനോട് ഇത്രയധികം കാലം ഏഷ്യൻ രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങൾ പ്രത്യേകമായും വലിയ മതിപ്പൊന്നും കൊടുക്കാതിരുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ജാള്യതയും അറബ് രാജ്യങ്ങൾക്ക് ഉണ്ട്. ഇറാൻ പറഞ്ഞതായിരുന്നു ശരി, ഇറാൻ്റെ കാഴ്ചപ്പാടുകളിൽ സത്യമുണ്ടായിരുന്നു എന്നതും, എങ്ങനെയാണ് ഇസ്രയേലിൽ നരാധമന്മാരായ സൈനിസ്റ്റുകാർ അവരുടെ ഭരണം, തീവ്ര വലതുപക്ഷ ഭരണം, അത് എങ്ങനെയൊക്കെയാണ് മറ്റ് പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കാനും അവിടെ വംശഹത്യ നടത്താനും യുദ്ധപരിയനായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ നിരവധി ഭരണാധികാരികൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നതും ഇറാനെ സംബന്ധിച്ചിടത്തോളം പുതിയ കണക്കല്ല. ഇറാൻ ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ കൂട്ടിക്കിഴിച്ച് നോക്കുന്ന സ്വഭാവം ഉള്ള രാജ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇറാൻ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഐക്യത്തോടെ നിൽക്കാം എന്ന തീരുമാനം അറബ് ഉച്ചകോടിയിൽ വന്നിരിക്കുന്നത്. ഇത് ഇറാന് വൈകിക്കൊടുത്ത ഒരു പിന്തുണയാണെങ്കിൽ പോലും ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലോ, നിങ്ങൾ ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ തീരുമാനിച്ചല്ലോ, അതുതന്നെയാണ് സത്യം. ഒന്ന് നോക്കൂ, ഇത് ഇറാൻ്റെ മാത്രം വിഷയമാണ്. UN അംഗീകരിച്ചിട്ടും ഇസ്രയേലോ US അർജന്റീനയോ ഹംഗറിയോ ഒന്നും അംഗീകരിക്കുന്നില്ല. ഈ 10 രാജ്യങ്ങളാണോ ലോകത്തെ മറ്റു രാജ്യങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരിക? ഇവർ പറയുന്നത് പോലെ വേണമോ മറ്റു രാജ്യങ്ങൾ ജീവിക്കേണ്ടത്? ഇവർക്ക് മാത്രം എന്താണ് സൂപ്പർ പവർ ഉണ്ടോ? ഇതിൽ തന്നെ കൃത്യമായി ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി അംഗീകരിക്കാത്ത സുരക്ഷാ സമിതിയിലെ ഏക രാജ്യം US ആണ്. മറ്റു രാജ്യങ്ങൾ നോക്കൂ, UK ആയിരുന്നാലും അതുപോലെ ഫ്രാൻസ് ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും ഒക്കെ എടുത്തിരിക്കുന്ന നിലപാട് നോക്കൂ. ചൈന ശക്തമായി തന്നെ അറബ് ഉച്ചകോടിയെ പരിപൂർണമായി പിന്തുണച്ചതോടുകൂടി ഇതിനകത്ത് മറ്റൊരു സ്ഥിതിഗതി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇറാന് ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. അറബ് രാജ്യങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വലിയ തോതിൽ ഇറാന് ചുറ്റും ഒരു കോട്ട മതിൽ പോലെ സുരക്ഷാ സംവിധാനവുമായി നിൽക്കുകയാണ്. ഏത് അറബ് രാജ്യത്തെ തൊട്ടാലും ഇനി പ്രത്യാക്രമണം ഒരു മുന്നറിയിപ്പുമില്ലാതെ നടത്തുന്ന സാഹചര്യമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് അറബ് ഉച്ചകോടി സമ്മേളനം നടത്തിയതും തീരുമാനമെടുത്തതും.